3376 ലീഡ് കുറയുന്നു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ 8 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നു. രാജ് ചന്ദ്രശേഖരന്റെ ലീഡ് 4686 നിൽക്കുന്നു. നമുക്കിനി ഇപ്പോൾ തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും ഒന്ന് പോകണം. അല്ല, ഇവിടെ കല്യാശ്ശേരിയിൽ എം വിജയം ഉറപ്പിച്ചു തമിഴ്നാട്ടിലേക്കും ബംഗാളിലേക്കും ഒന്ന് പോകണം. അപ്പോൾ 15545 വോട്ടിന് വിജയം ഉറപ്പിച്ചിരിക്കുന്നു. അവിടെ തമിഴ്നാട്ടിൽ പശ്ചിമ ബംഗാളിൽ നമുക്ക് തമിഴ്നാട്ടില് 109ലേക്ക് വിജയിയുടെ TVK കുതിച്ചെത്തുകയാണ്. 57 സീറ്റുകൾ മാത്രം ലീഡ് ചെയ്ത് അമ്പയെ തകർന്നു പോയിരിക്കുന്നു DMK. എല്ലാ സർവേകളും DMK അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞപ്പോ 2 സർവേകൾ മാത്രമാണ് TVKക്ക് മേധാവിത്വം പ്രഖ്യാപിച്ചത്. അത് ഇപ്പോൾ സത്യമായിരിക്കുന്നു. 9 സർവേകളിൽ 7 സർവേകളും DMK അതിശക്തമായി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോ അത് പൂർണ്ണമായും തെറ്റിയിരിക്കുന്നു. എന്താണ് വിജയ് ഫാക്ടർ എന്നുള്ളത് തമിഴ് ജനത കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഒരു തരത്തിലുള്ള പാർട്ടി സംവിധാനവും ഇല്ലാതെ, ആരും കൂടെ ഇല്ലാതെ, പ്രവർത്തന പരിചയമുള്ള നേതാവില്ലാതെ വിജയ് ഒറ്റയ്ക്ക് നയിച്ച പോരാട്ടം തമിഴ്നാട്ടിൽ മറ്റൊരു MGRനെ സൃഷ്ടിക്കുകയാണ്. പക്ഷേ അതെ, ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മറ്റൊരു MGR തമിഴ്നാട്ടിൽ ഉദയം ചെയ്യുന്നു. വിജയ് എന്ന നേതാവിന്റെ ചുമലിലേറി TVK ഭരണത്തിലേക്ക് വരുന്നു. പക്ഷേ അവർക്ക് കേവല ഭൂരിപക്ഷമായിട്ടില്ല. ഒരുപക്ഷെ AIDMKയുടെയോ BJPയുടെയോ പിന്തുണ അവർക്ക് ആവശ്യം വന്നേക്കാം. പശ്ചിമ ബംഗാളിൽ BJP തൂത്തുവാരുന്നു. BJPക്ക് കേവല ഭൂരിപക്ഷം കഴിഞ്ഞു. 3 വർഷമായി 3 ടേമായി നടന്ന മമതാ ഭരണം പൂർണ്ണമായും ഇല്ലാതാകുന്ന പശ്ചാത്തലം പശ്ചിമ ബംഗാളിൽ സംഭവിക്കുകയാണ്. അസമിലും പുതുച്ചേരിയിലും NDA സഖ്യം തുടർന്നു. അങ്ങനെ 4 സ്റ്റേറ്റുകളിൽ ഭരിച്ച സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭരണവിരുദ്ധ 4 സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട കാര്യം. മോദിക്ക് ചിരിക്കാൻ 7 മണിക്ക് ബംഗാളിലെ അടക്കം ഈ വലിയ വിജയങ്ങൾക്ക് ജനങ്ങൾക്ക് നന്ദി പറയാൻ. അഭിലാഷ്, LDFന്റെ വോട്ട് വിഹിതം 28% കുറഞ്ഞിരിക്കുന്നു എന്നാണ് CNN ന്യൂസ് 8 ഇപ്പോൾ കാണിക്കുന്ന കാർഡ്. 28% വോട്ട് വിഹിതം കുറഞ്ഞിരിക്കുന്നു എന്നാണെങ്കിൽ അടിസ്ഥാന വോട്ടുകൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സാഹചര്യമാണ്. വണ്ടൂരിലെ